ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് എൻ്റെ വീട്ടിൽ. അപ്പം കുറച്ച് ലേറ്റായി എണീക്കാൻ, ഒരു 8-8:15 കാണുമായിരിക്കും. ആരും വന്ന് വിളിച്ചൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എണീറ്റുമില്ല. പിന്നെ അവസാനം സൂര്യൻ തന്നെ വന്ന് വിളിച്ചപ്പോൾ ഞാൻ എണീറ്റിങ് പോന്നു. രാത്രി നല്ല ചൂടായിരുന്നു, ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് ആലോചിച്ചൊരു കാര്യം, ദിസ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. കാരണം ഈ ഒരു വ്ളോഗ് എടുക്കുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം ഒത്തിരി എഫേർട്ട് അവർ അതിനകത്ത് ഇടുന്നുണ്ട്. നമ്മൾ നിങ്ങളെ സ്ക്രോൾ ചെയ്ത് വിടുമ്പോൾ കാണുന്നൊരു വീഡിയോയുടെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ഇത് ഒരു റീൽ എടുക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. അവരവരുടെ എഫേർട്ട് ഫുൾ എടുത്തിട്ടായിരിക്കും നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നത്. അങ്ങനെ ഞാനതൊക്കെ ആലോചിച്ച് നടന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എനിക്ക് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്, 2-3 ഗ്ലാസ്സൊക്കെ വെള്ളം കുടിക്കും. ശീതകാലത്തേക്കുള്ള എല്ലാം കിട്ടി, തേൻ വരെ കിട്ടി. എനിക്കൊരു സാധനം കിട്ടി. തണുപ്പ് കാലം കിട്ടി ഹൈഡി. അമ്മീടെ ഓവനിൽ നിന്ന് കിട്ടിയത്. പകരം നിങ്ങൾക്ക് മാവ് തരാം. അപ്പൊ ഞാനത് ഉണ്ടാക്കാൻ വീണ്ടും നീർക്കണം. എന്നെ കൊണ്ടത് പറ്റില്ല. അപ്പം എന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ബാജി, പിന്നെ എൻ്റെ കൂടെ ഒരു മുട്ടയും കഴിച്ചു. അത്രയും കഴിച്ചിട്ടിരിക്കുന്ന എന്നോട് വീണ്ടും ഒരു ബനാന തിന്നാൻ പറഞ്ഞിട്ടാണ് അമ്മ വന്നത് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയാൽ ഒരേ തീറ്റിക്കലായിരിക്കും. മമ്മി പഴം പിന്നെ തിന്നാ മതിയോ? പഴം പിന്നെ തിന്നാ പോരെ? അതിൻ്റെ മറുപടി എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വിചാരം എന്താണെന്ന് അറിയില്ല. ഒരാഴ്ച കൊണ്ട് ഒരു 10 കിലോ കൂട്ടിയിട്ട് വിടാനെങ്ങാനായിരിക്കും. എനിവേയ്സ്, ഞാൻ പിന്നീട് എൻ്റെ പരിപാടിയിലേക്ക് പോയി. ബീഫ് കറി ഉണ്ടായിരുന്നു കുറച്ച് വെക്കാൻ. അതിനിടയ്ക്ക് കൊച്ചിനെ കുറച്ച് പഠിപ്പിക്കാനും ഉണ്ടായിരുന്നു. കറിയോ? എന്ത് കറി? പച്ചക്കറിയോ? ഇതാരാ പാത്രമൊക്കെ തന്നെ? അങ്ങനെ എൻ്റെ ബീഫ് കറി റെഡിയായി. അമ്മ കുറച്ച് ചക്ക പുഴുക്കം ഉണ്ടാക്കി, അതൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് ഉച്ചയായി കേട്ടോ. ഇതിനിടയ്ക്ക് ഒരുപാട് മൊമെൻറ്റ്സ് എടുക്കാൻ ഞാൻ മിസ്സായിപ്പോയി. നമുക്ക്